ഈ ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മീഡിയ പ്രസന്റേഷൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു വിപ്ലവത്തെക്കുറിച്ചാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ അതൊരു വിപ്ലവം തന്നെയാണ്. തീർച്ചയായും. ഇപ്പം നമ്മൾ പലപ്പോഴും ഒരു പ്രസന്റേഷൻ കാണുമ്പോൾ, അതൊരു കോൺഫറൻസ് റൂമിലാവട്ടെ അല്ലെങ്കിൽ വെറുമൊരു സ്ക്രീനിലാവട്ടെ, നമ്മൾ എപ്പോഴും വെറുമൊരു പാസീവ് ഓഡിയൻസ് ആയിരിക്കാറാണ് പതിവ്. അതായത് ഒരാൾ സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു. ചിലപ്പോൾ കുറച്ച് സ്റ്റാറ്റിക് സ്ലൈഡ്സ് കാണുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഇന്നത്തെ സോഴ്സ് മെറ്റീരിയൽസും റിസർച്ചും വിരൽ ചൂണ്ടുന്നത് തികച്ചും വ്യത്യസ്തമായൊരു ഭാവിയിലേക്കാണ്. ദി ഇമ്മേഴ്സീവ് റെവല്യൂഷൻ. കൃത്യം. നിന്നും പൂർണ്ണമായും ഒരു ആക്റ്റീവ് ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസിലേക്ക് മാറുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ മിഷൻ. ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് മാസീവായ ഇൻഫർമേഷൻ ഓവർലോഡുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലേ? അതെ, തീർച്ചയായും. എവിടെ നോക്കിയാലും ഡേറ്റയാണ്. കൃത്യം. നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഓഡിയൻസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നത് ഏത് മീഡിയ പ്രസന്ററിനെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് AR, VR പോലെയുള്ള ടെക്നോളജീസ് പ്രസക്തമാകുന്നത്. അതായത് ഇതൊരു വെറും തമാശയല്ല എന്നർത്ഥം. അതെ അതെ, ഇത് കേവലം വിനോദത്തിനു വേണ്ടിയുള്ള ഒരു ഗിമിക്കല്ല, മറിച്ച് നമ്മുടെ ലേണിംഗ്, ഹെൽത്ത് കെയർ, അതുപോലെ എന്റർടൈൻമെന്റ് എന്നീ മേഖലകളെ, എന്തിന് നമ്മൾ ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുന്ന രീതിയെ തന്നെ ഇത് എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിൻ്റെ ആ ഒരു എന്തുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം വിഷ്വൽ അപ്പീലിൽ ഉപരിയായി മനുഷ്യന്റെ കോഗ്നിറ്റീവ് പ്രോസസ്സുമായി ഈ ടെക്നോളജീസ് എങ്ങനെ സംവദിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അബ്സല്യൂട്ട്ലി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ യൂണിറ്റ് 5ന്റെ സമ്മറി ഭാഗത്തേക്ക് കടക്കാം. ആദ്യം തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി അഥവാ ARൽ നിന്ന് തുടങ്ങാം. ഓക്കെ. AR എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരുന്നത് മൊബൈൽ ക്യാമറയിലെ ആ ഇൻസ്റ്റഗ്രാം ഫിൽച്ചറുകളൊക്കെ ആവും. എന്നാൽ അതിനപ്പുറം ഇപ്പോ ആ ഓഗ്മെന്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിപുലീകരിക്കുക അല്ലെങ്കിൽ ആഡ് ടു എന്നാണ്. അതെ, കൂട്ടിച്ചേർക്കുക. കൃത്യം. അതായത് നമ്മുടെ യഥാർത്ഥ ലോകത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ റിയൽ വേൾഡിലേക്ക് ഡിജിറ്റൽ വിവരങ്ങളായ ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ് അല്ലെങ്കിൽ 3D മോഡൽസ് എന്നിവയെ ഓവർലാപ്പ് ചെയ്യുന്ന പ്രക്രിയയാണ്. ഇവിടെ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം എന്താണെന്നാൽ AR ഒരിക്കലും നമ്മുടെ യാഥാർത്ഥ്യത്തെ റീപ്ലേസ് ചെയ്യുന്നില്ല, മറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റിയെ എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. വാട്ട്സ് ഫാസിനേറ്റിംഗ് ഹിയർ ഈസ്, ഈ എൻഹാൻസ്മെന്റ് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി സംഭവിക്കുന്ന ഒന്നല്ല. ARന്റെ ആ ഒരു ആപ്ലിക്കേഷനെ നമുക്ക് പ്രധാനമായും 3 ഡിസ്റ്റിങ്ക്ട് ഫങ്ഷൻസ് ആയി തിരിക്കാം. ഓക്കെ, ആ 3 ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് വിഷ്വലൈസേഷനാണ്. ഇത് നമ്മളെ ഒരു കാര്യത്തിന്റെ വളരെ ആഴത്തിലേക്ക് കാണാൻ സഹായിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, വളരെ സങ്കീർണമായ ഒരു മെഡിക്കൽ പ്രൊസീജർ നടക്കുന്ന സമയം ആലോചിച്ചു നോക്കൂ. പണ്ട് ഡോക്ടർമാർക്ക് ഒരു സ്ക്രീനിലേക്കും പിന്നെ രോഗിയിലേക്കും മാറി മാറി നോക്കേണ്ടി വന്നിരുന്നു. അതെ, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലേ ഇന്ന് AR ഉപയോഗിച്ച് രോഗിയുടെ ഞരമ്പുകൾ, അതായത് വെയിൻസ്, കൃത്യമായി അവരുടെ ശരീരത്തിന് മുകളിൽ തന്നെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കാണിക്കാൻ സാധിക്കും. വാവ്! ഇത് ആ പ്രൊസീജറിന്റെ കൃത്യത വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഡോക്ടറുടെ കോഗ്നിറ്റീവ് ലോഡ് വലിയ രീതിയിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. അത് വളരെ വലിയൊരു ഇമ്പാക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ വരെ ഈ ടെക്നോളജി സഹായിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ബാക്കി 2 ഫങ്ഷൻസ് എന്തൊക്കെയാണ്? രണ്ടാമത്തെ ഫങ്ഷൻ ഇൻസ്ട്രക്ഷനാണ്. അതായത് നമ്മളൊരു കാര്യം പഠിക്കുന്നതും ജോലി ചെയ്യുന്നതുമായ രീതിയെ ഇത് മാറ്റുന്നു. ഇപ്പോൾ ഒരു മെഷീൻ റിപ്പയർ ചെയ്യുന്ന എഞ്ചിനീയറെ നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ. മാനുവൽ വായിക്കുന്നതിന് പകരം AR ഗ്ലാസസ് വഴി റിയൽ ടൈം ഇൻഫർമേഷനും ഡയഗ്രംസും ആ മെഷീന്റെ മുകളിൽ തന്നെ ഓവർലേ ചെയ്ത് കാണാൻ സാധിക്കുന്നു. അതായത് ആ മെഷീനിലേക്ക് നോക്കുമ്പോൾ തന്നെ എവിടെയാണ് അഴിക്കേണ്ടത്, എവിടെയാണ് നന്നാക്കേണ്ടത് എന്ന് ആ ഗ്ലാസിൽ കാണാം. കൃത്യം. ഇനി മൂന്നാമത്തേത് ഇന്ററാക്ഷനാണ്. മനുഷ്യരും മെഷീനുകളും തമ്മിലുള്ള ആശയവിനിമയം ഇത് എളുപ്പമാക്കുന്നു. ഫിസിക്കൽ ബട്ടൺസിന് പകരം വെർച്വൽ കൺട്രോൾ പാനൽസ് ഉപയോഗിച്ച് നമുക്ക് മെഷീനുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ, നമ്മൾ ഫിസിക്കൽ ലോകത്ത് നിൽക്കുമ്പോൾ തന്നെ ഡിജിറ്റൽ ലോകത്തിന്റെ എല്ലാ ഡേറ്റയും നമുക്ക് ലഭ്യമാകുന്നു എന്നതാണ് ARന്റെ ശക്തി. Here's where it gets really interesting.
AR നമ്മുടെ യഥാർത്ഥ ലോകത്തെ നിലനിർത്തിക്കൊണ്ട് അതിൽ ഡിജിറ്റൽ എലിമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ വെർച്വൽ റിയാലിറ്റി അഥവാ VR തികച്ചും മറ്റൊരു തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതെ. നമ്മുടെ റിസർച്ചിൽ കാണുന്നത് VR പൂർണ്ണമായും ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് എന്നാണ്. ഒരു ഹെഡ്സെറ്റും കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജസും അതായത് CGIയും ഉപയോഗിച്ച് നിങ്ങളെ തികച്ചും വ്യത്യസ്തമായ ഒരു വെർച്വൽ വേൾഡിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് നിങ്ങളുടെ കാഴ്ച, കേൾവി തുടങ്ങിയ സെൻസുകളെ ട്രിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മറ്റൊരു ഫിസിക്കൽ ലോകത്താണെന്ന് തോന്നലുണ്ടാക്കുകയാണ് VR ചെയ്യുന്നത്. ഇതൊരു സെൻസറി ഇല്യൂഷൻ അല്ലേ? തീർച്ചയായും അത് കൃത്യമായ ഒരു സെൻസറി മാനിപ്പുലേഷനാണ്. ഇഫ് വി കണക്ട് ദിസ് ടു ദ ബിഗർ പിക്ചർ, വിആറിന്റെ സ്കോപ്പ് എത്രത്തോളം വിശാലമാണെന്ന് നമുക്ക് കാണാം. പ്രധാനമായും 4 മേഖലകളിലാണ് VR വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആ 4 മേഖലകൾ ഏതൊക്കെയാണ്? ആദ്യത്തേത് എന്റർടൈൻമെന്റ്. നിങ്ങൾക്ക് സിനിമകളും വീഡിയോ ഗെയിമുകളും വെറുമൊരു സ്ക്രീനിൽ കാണുന്നതിന് പകരം 360 ഡിഗ്രിയിൽ ആ നരേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ അനുഭവിച്ചറിയാനുള്ള അവസരം ലഭിക്കുന്നു. നമ്മൾ ആ സിനിമയുടെ ഉള്ളിൽ നിൽക്കുന്ന പോലെ. അതെ. രണ്ടാമത്തേത് ഹെൽത്ത് കെയർ. നമ്മൾ നേരത്തെ ARന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയല്ലേ ഇത്? ഒരു സർജറി യഥാർത്ഥത്തിൽ ചെയ്യുന്നതിന് മുൻപ് തികച്ചും സുരക്ഷിതമായ ഒരു വെർച്വൽ സെറ്റിംഗിൽ സർജന്മാർക്ക് പ്രൊസീജിയേഴ്സ് പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ VR ഒരുക്കുന്നു. അതായത് യാതൊരു റിസ്ക്കും ഇല്ലാതെ അവർക്ക് തെറ്റുകൾ വരുത്താനും അതിൽ നിന്ന് പഠിക്കാനും സാധിക്കുന്നു അല്ലേ? ഒരു മസിൽ മെമ്മറി ഡെവലപ്പ് ചെയ്യാൻ ഇത് സഹായിക്കും. എക്സാക്ട്ലി. ആ റിസ്ക് ഫ്രീ എൻവയൺമെന്റാണ് മൂന്നാമത്തെ മേഖലയായ ട്രെയിനിങ്ങിലും ഉപയോഗിക്കുന്നത്. പുതിയ ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ പൈലറ്റ്മാർക്കോ യാതൊരു അപകടഭയവും കൂടാതെ വളരെ സുരക്ഷിതമായി പഠിക്കാനുള്ള എക്സ്ട്രീം എൻവയൺമെന്റ്സ് സൃഷ്ടിക്കാൻ VR സഹായിക്കുന്നു. വളരെ ശരിയാണ്. ഒരു വിമാനം പറത്താൻ പഠിക്കുന്നത് അത്ര എളുപ്പമല്ലല്ലോ. അതെ. ഇനി നാലാമത്തെ മേഖല എഡ്യൂക്കേഷനാണ്. വിദ്യാർത്ഥികളെ ക്ലാസ് റൂമിൽ നിന്ന് പുതിയ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി പഠിപ്പിക്കാൻ ഇത് ഉപയോഗിക്കാം. എനിക്കിവിടെ ഒരു സംശയം ചോദിക്കാനുണ്ട്. ഇപ്പോ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ പ്രായോഗികമായി നോക്കുമ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഇത്രയും കുട്ടികൾക്ക് VR ഹെഡ്സെറ്റ് നൽകി പഠിപ്പിക്കുക എന്നത് എത്രത്തോളം പ്രാക്ടിക്കലാണ്? അതൊരു ഡിസ്ട്രാക്ഷനായി മാറില്ലേ? ദാറ്റ്സ് എ വെരി വാലിഡ് പോയിന്റ്. ഹാർഡ്വെയർ കോസ്റ്റും ആക്സസിബിലിറ്റിയും തീർച്ചയായും വലിയ വെല്ലുവിളികളാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഔട്ട്കമിലാണ്. ഉദാഹരണത്തിന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഏൻഷ്യൻ റോമിനെക്കുറിച്ച് വെറുതെ പുസ്തകത്തിൽ വായിക്കുന്നതും VR വഴി അവിടത്തെ തെരുവുകളിലൂടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് പോലെയൊരു അനുഭവം ലഭിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. അത് വലിയൊരു വ്യത്യാസമാണ്. അതെ. VR പരമ്പരാഗത മാധ്യമങ്ങൾക്ക് നൽകാൻ കഴിയാത്ത ഒരു ഇമോഷണൽ ആൻഡ് സെൻസറി കണക്ഷൻ ഉണ്ടാക്കുന്നു. വിദ്യാർത്ഥികൾ അത് വെറുതെ പഠിക്കുകയല്ല, മറിച്ച് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഈയൊരു എംപതിയും റീറ്റൻഷൻ റേറ്റും കണക്കിലെടുക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ വാല്യൂ നമുക്ക് മനസ്സിലാകുന്നത്. അത് ശരിയാണ്. ആ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഉണ്ടാക്കുന്ന വ്യത്യാസം വളരെ വലുതായിരിക്കും. സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ ഫോർ സംതിങ് ഇൻ ബിറ്റ്വീൻ? അതായത് മിക്സ്ഡ് റിയാലിറ്റി. അതെ, നമ്മൾ ARും കണ്ടു, VRും കണ്ടു. പക്ഷേ ഇത് രണ്ടും കൂടിച്ചേരുന്ന ഒരു സ്വീറ്റ് സ്പോട്ടില്ലേ, ആ മിക്സ്ഡ് റിയാലിറ്റി അഥവാ MRനെ കുറിച്ച് നമ്മുടെ റിസർച്ച് എന്താണ് പറയുന്നത്? പലപ്പോഴും ആളുകൾക്ക് ARും MRും തമ്മിൽ വലിയ കൺഫ്യൂഷൻ വരാറുണ്ട്. കൺഫ്യൂഷൻ സ്വാഭാവികമാണ്. MR എന്നത് കൃത്യമായി പറഞ്ഞാൽ ARന്റെയും VRന്റെയും ഇടയിലുള്ളൊരു സാങ്കേതികവിദ്യയാണ്. AR വെറുതെ ഫിസിക്കൽ ലോകത്തിന് മുകളിൽ ഡിജിറ്റൽ എലിമെന്റ്സ് ഓവർലേ ചെയ്യുന്നുള്ളൂ. അതിന് ഫിസിക്കൽ ലോകത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഓക്കേ. എന്നാൽ MR അങ്ങനെയല്ല. ഫിസിക്കൽ ഒബ്ജക്ട്സും വെർച്വൽ ഒബ്ജക്ട്സും ഒരേ സമയം ഒരുമിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഷെയർഡ് വേൾഡാണ് MR. അതൊന്ന് ഒരു ഉദാഹരണം വെച്ച് വിശദീകരിക്കാമോ? തീർച്ചയായും. നിങ്ങളൊരു MR ഹെഡ്സെറ്റ് വെച്ചിരിക്കുകയാണെന്ന് കരുതുക. നിങ്ങളുടെ മുറിയിലെ മേശപ്പുറത്ത് ഒരു വെർച്വൽ പന്തിരിക്കുന്നു. നിങ്ങൾ ആ പന്ത് തട്ടിയിട്ടാൽ അത് ആ യഥാർത്ഥ മേശയുടെ അരികിൽ തട്ടി താഴെ വീഴുകയും യഥാർത്ഥ തറയിൽ തട്ടി ബൗൺസ് ചെയ്യുകയും ചെയ്യും. വാവ്! അതായത് ആ ഡിജിറ്റൽ പന്തിന് നിങ്ങളുടെ മുറിയുടെ ഫിസിക്കൽ ജോമെട്രി കൃത്യമായി അറിയാം. ഒരു യൂസറിന് ഒരേ സമയം ഫിസിക്കൽ ലോകത്തും ഡിജിറ്റൽ ലോകത്ത് നിൽക്കാനും 2 ലോകത്തെയും വസ്തുക്കളുമായി സീംലെസ്സായി ഇന്ററാക്ട് ചെയ്യാനും ഈ സാങ്കേതികവിദ്യ അവസരമൊരുക്കുന്നു. അതാണ് മിക്സ്ഡ് റിയാലിറ്റി. അപ്പോ വെർച്വൽ ഓബ്ജക്ട്സ് യഥാർത്ഥ ഓബ്ജക്ട്സിനെ അക്നോളജ് ചെയ്യുന്നു എന്ന് പറയാം. അതാണ് ആ ഇന്ററാക്ഷന്റെ പൂർണ്ണത. ഇനി നമുക്ക് ഈ സോഴ്സിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിലേക്ക് വരാം.
ഇത് കേൾക്കുന്നവർക്ക് നേരിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. തീർച്ചയായും ചോദിക്കാം. ചോദ്യം 1. വാട്ട് ഈസ് ഓഗ്മെന്റഡ് റിയാലിറ്റി? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ യഥാർത്ഥ ലോകത്തിനു മുകളിൽ ഡിജിറ്റൽ എലമെന്റ്സ് ആഡ് ചെയ്യുന്ന സാങ്കേതികവിദ്യ. അത് യാഥാർത്ഥ്യത്തെ റീപ്ലേസ് ചെയ്യുന്നില്ല, എൻഹാൻസ് ചെയ്യുന്നു. ചോദ്യം 2. എക്സ്പ്ലെയിൻ മിക്സ്ഡ് റിയാലിറ്റി. ARന്റെയും VRന്റെയും ഇടയിൽ നിൽക്കുന്ന ഫിസിക്കൽ ലോകവും ഡിജിറ്റൽ ലോകവും തമ്മിൽ കൃത്യമായി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഷെയർഡ് വേൾഡ് അനുഭവം. ചോദ്യം 3. സ്കോപ്പ് ഓഫ് VR ഇൻ ടുഡേയ്സ് വേൾഡ്. ഇത് വളരെ വലുതാണ്. അതെ, നമ്മൾ നേരത്തെ ആവേശത്തോടെ പറഞ്ഞ 4 ഫീൽഡുകൾ: എന്റർടൈൻമെന്റ്, 360 ഡിഗ്രി മൂവികൾ, ഹെൽത്ത് കെയറിൽ സർജറി പ്രാക്ടീസ്, ട്രെയിനിങ്ങിൽ പുതിയ ഡ്രൈവർമാർക്ക് സുരക്ഷിതമായി പഠിക്കാനുള്ള സാഹചര്യം, പിന്നെ എഡ്യൂക്കേഷൻ. കൃത്യം. ആ 4 കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ മെയിൻ സ്കോപ്പ്. ഇനി 4ാമത്തെ ചോദ്യം: ഹൗ ക്യാൻ യു യൂസ് AR ഇൻ യുവർ പ്രസന്റേഷൻ ടു മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്? അതായത്, ഒരു പ്രസന്റേഷൻ എങ്ങനെ ആകർഷകമാക്കാം? അവിടെയാണ് നമ്മൾ AR ഫിൽറ്റേഴ്സ്, അതുപോലെ AR ലെൻസസ് എന്നിവ ഉപയോഗിക്കുന്നത്. ഇന്ററാക്റ്റീവ് നാരേറ്റീവ്സ് സൃഷ്ടിച്ച് കഥ പറച്ചിൽ ആ ഫ്ലാറ്റായ സ്ക്രീനിന് പുറത്തേക്ക് കൊണ്ടുവരാം. ഇതിലൂടെ പ്രേക്ഷകരുമായുള്ള ആ ഓഡിയൻസ് ഇന്ററാക്ഷൻ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാം. ഇനി നമുക്ക് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. അതായത്, ആ വലിയ എസ്സേ ചോദ്യം: ഹൗ ഹാവ് AR ആൻഡ് VR റെവല്യൂഷനൈസ്ഡ് മീഡിയ പ്രസന്റേഷൻസ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രസന്റേഷൻ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വലിയ ഷിഫ്റ്റ്, പാസീവിൽ നിന്നും ആക്റ്റീവിലേക്ക് പോകുന്ന ആ മാറ്റം. അതെ, പാസീവ് വ്യൂയിങ്ങിൽ നിന്നും ആക്റ്റീവ് ഇമേഴ്സീവ് എക്സ്പീരിയൻസിലേക്കുള്ളൊരു ഷിഫ്റ്റ്, അതാണിവിടെ നടക്കുന്നത്. പ്രേക്ഷകർ വെറുതെ നോക്കിയിരിക്കുന്ന ഒരു രീതിയിൽ നിന്നും മാറി കണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, എങ്ങനെ ഡെലിവർ ചെയ്യുന്നു, എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നതിനെ ആകെ ഈ ടെക്നോളജീസ് മാറ്റിമറിച്ചു. നമ്മൾ വെറുമൊരു കാഴ്ചക്കാരല്ലാതാകുന്നു. കൃത്യം. പ്രസന്റേഷൻസ് വളരെ ഡൈനാമിക്കും ഇന്ററാക്റ്റീവും ഇംപാക്ട്ഫുള്ളുമായി മാറി. നമ്മുടെ റിസർച്ചിൽ കണ്ടൊരു കിടിലൻ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ നിങ്ങൾ മനുഷ്യ ശരീരത്തെക്കുറിച്ച്, അതായത് ഹ്യൂമൻ അനാറ്റമിയെക്കുറിച്ച് ഒരു പ്രസന്റേഷൻ കാണുകയാണെന്ന് കരുതുക. വെറുതെ കുറച്ചു സ്റ്റാറ്റിക്കായ ഇമേജസും സ്ലൈഡ്സും കാണുന്നതിന് പകരം ആ അവതാരകന്റെ മേശപ്പുറത്ത് ഒരു ഹൃദയത്തിന്റെ ലൈവ് ഇന്ററാക്റ്റീവ് 3D മോഡൽ ആ AR ഉപയോഗിച്ച് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. അതൊരു ഗംഭീര അനുഭവമായിരിക്കും. തീർച്ചയായും. നിങ്ങൾക്ക് ആ ഹൃദയത്തെ എല്ലാ ആംഗിളുകളിൽ നിന്നും കാണാൻ സാധിക്കും. അതിന്റെ പമ്പിംഗ് കൃത്യമായും മനസ്സിലാക്കാം. ഇത് ശരിക്കും ഒരു 1 വേ ലെക്ചറിനെ ഒരു 2 വേ എൻഗേജ്മെന്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ VRന്റെ കാര്യവും എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഏൻഷ്യന്റ് റോമിന്റെ ഉദാഹരണം തന്നെ ഒന്നുകൂടി നോക്കാം. ചരിത്രം പഠിപ്പിക്കുമ്പോൾ വെറുതെ കേൾക്കുന്നതിനു പകരം അവിടത്തെ തെരുവുകളിലൂടെ യഥാർത്ഥത്തിൽ നടക്കുന്നതുപോലെ ഒരു അനുഭവം ലഭിക്കുന്നത് പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ഒരിക്കലും നൽകാൻ കഴിയാത്തൊരു ഇമോഷണൽ ആൻഡ് സെൻസറി കണക്ഷനാണ് ഉണ്ടാക്കുന്നത്. ശരിയാണ്. ആരും ഇന്നൊരു ബോറൻ സ്ലൈഡ് കാണാൻ ആഗ്രഹിക്കില്ലല്ലോ. എന്നാൽ ഇതിലെനിക്ക് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മൾ ഈ വിഷ്വൽ ആസ്പെക്റ്റിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. പക്ഷേ ഈ ടെക്നോളജിക്കൽ ഷിഫ്റ്റിൽ വേറെ എന്തെങ്കിലും ഹിഡൻ അഡ്വാൻറ്റേജ് ഉണ്ടോ? എന്തർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത്? ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഇത്രയും പണം മുടക്കി ഈ ടെക്നോളജീസ് ഉപയോഗിക്കുന്നത് വെറുതെ ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണോ? ദിസ് ഈസ് എക്സാക്ട്ലി വെയർ വി നീഡ് ടു ലുക്ക് ഡീപ്പർ. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. ഈ ചർച്ചയിലെ ഏറ്റവും വലിയൊരു ഇൻസൈറ്റ് വരുന്നത് ഇവിടെയാണ്. എന്താണത്? ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മറ്റൊന്നുമല്ല, ഡേറ്റ എന്ന വലിയൊരു ഘടകമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ARഉം VRഉം വെറുമൊരു വിനോദോപാധി അല്ലെങ്കിൽ പ്രസന്റേഷൻ ഭംഗിയാക്കാനുള്ള ഒരു ടൂൾ മാത്രമാണെന്നാണ്. എന്നാൽ പ്രസന്റേഴ്സിനെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർണ്ണഖനിയാണ്. സ്വർണ്ണഖനിയോ? അതായത് ഡേറ്റ കളക്ട് ചെയ്യുന്നു എന്നാണോ പറയുന്നത്? അതെ, പൂർണ്ണമായും. ഈ ടെക്നോളജീസ് പ്രേക്ഷകരുടെ യൂസർ ഇന്ററാക്ഷൻസ്, പ്രെഫറൻസസ് എന്നിവയെക്കുറിച്ച് വളരെ വിലപ്പെട്ട വിവരങ്ങൾ, അതായത് ഇൻവാല്യുബിൾ ഡാറ്റ നൽകുന്നു. ഒരു സാധാരണ പ്രസന്റേഷനിൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അവരുടെ മുഖത്തു നോക്കി നമ്മൾ ഊഹിക്കുകയാണ് ചെയ്യാറല്ലേ? അതെ, പലരും ഫോണിൽ നോക്കിയിരിപ്പായിരിക്കും. എന്നാൽ AR അല്ലെങ്കിൽ VR എൻവയോൺമെന്റിൽ ഒരു യൂസർ എവിടേക്കാണ് നോക്കുന്നത്, ഒരു 3D മോഡലിന്റെ ഏതു ഭാഗത്താണ് അവർ കൂടുതൽ സമയം ചെലവഴിച്ചത്, ഏത് ഇന്ററാക്റ്റീവ് എലിമെന്റിലാണ് അവർ ക്ലിക്ക് ചെയ്തത് തുടങ്ങിയ കൃത്യമായ ഡാറ്റ സിസ്റ്റത്തിന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഓരോ മൂവ്മെന്റും ട്രാക്ക് ചെയ്യപ്പെടുന്നു. അതെ,
ഐ ട്രാക്കിംഗ്, ഡ്വെൽ ടൈം തുടങ്ങിയ മെട്രിക്സ് വഴി ഓഡിയൻസിന്റെ യഥാർത്ഥ എൻഗേജ്മെന്റ് ലെവൽ കൃത്യമായി അളക്കാൻ കഴിയും. സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ ഫോർ ദ ക്രിയേറ്റർ? ഈ ഡാറ്റ വെച്ച് അവർ ശരിക്കും എന്ത് ചെയ്യും? ഈ ലഭിക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് പ്രസന്റേഴ്സിനും കമ്പനികൾക്കും തങ്ങളുടെ ഭാവിയിലെ കണ്ടന്റും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും കൂടുതൽ ഫലപ്രദമായി ടെയിലർ ചെയ്യാൻ സാധിക്കും. അതായത് യൂസർക്ക് എന്ത് വേണമോ അത് കൃത്യമായി കൊടുക്കാൻ പറ്റും. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. പ്രേക്ഷകർക്ക് എന്തു വേണം, അവരുടെ അറ്റൻഷൻ എവിടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് കണ്ടന്റ് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഡേറ്റ ഡ്രിവൺ അപ്രോച്ചാണ് പ്രസന്റേഷൻസിനെ വെറുതെ എൻഗേജിംഗ് ആക്കാൻ മാത്രമല്ല ബിസിനസ് പരമായി കൂടുതൽ റെലവന്റും പ്രോഫിറ്റബിളുമാക്കുകയും ചെയ്യുന്നത്. വാവ്! അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മൾ കാണുന്ന ഈ 3D മോഡലുകളും ഇമേഴ്സീവ് ലോകങ്ങളും എല്ലാം തന്നെ ഒരു വലിയ ഡേറ്റ കളക്ഷൻ മെക്കാനിസം കൂടിയാണെന്നർത്ഥം. അതെ, ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് ഈ വിഷയത്തിലൂടെ നടത്തിയ യാത്ര ശരിക്കും ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. നമുക്ക് ഇന്നത്തെ ചർച്ചയുടെ പ്രധാന ടേക്ക്അവേസ് വളരെ ലളിതമായി ഒന്ന് ക്രോഡീകരിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ AR നമ്മുടെ യഥാർത്ഥ ലോകത്തെ ഡിജിറ്റൽ എലമെന്റ്സ് ഉപയോഗിച്ച് എൻഹാൻസ് ചെയ്യുന്നു. അതെ. എന്നാൽ VR പൂർണ്ണമായും പുതിയൊരു ഡിജിറ്റൽ ലോകം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ഒപ്പം MR ഇവ രണ്ടിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഒരു ഡിജിറ്റൽ മീഡിയ അവതാരകനെ സംബന്ധിച്ചിടത്തോളം ഈ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കുന്നത് അവരുടെ പ്രസന്റേഷനെ വെറും ഒരു വൺ വേ സ്പീച്ചിൽ നിന്നും മാറ്റി കൂടുതൽ ഇൻക്ലൂസീവും എക്സൈറ്റിംഗും ഒപ്പം ശക്തമായ ഒരു ഡാറ്റ ഡ്രിവൻ എൻഗേജ്മെന്റുമാക്കി മാറ്റും. ഈ പുത്തൻ സാങ്കേതിക വിദ്യകൾ മീഡിയ പ്രസന്റേഷൻസിൽ എത്രത്തോളം വലിയൊരു വിപ്ലവമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ടെക്നോളജീസ് വെറുമൊരു ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്നതിലുപരി സ്റ്റോറി ടെല്ലിങ്ങിനും കമ്മ്യൂണിക്കേഷനും തികച്ചും പുതിയ മാനങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഡീപ് ഡൈവ് അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മുടെ എക്സ്പേർട്ട് അവസാനമായി പറഞ്ഞ ആ ഡേറ്റ ട്രാക്കിംഗ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചോദ്യം. നമ്മൾ കണ്ടല്ലോ, ARഉം VRഉം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്തു നോക്കുന്നു, എവിടെ ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ ഇന്ററാക്ഷൻ പാറ്റേൺസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള യൂസർ ഇന്ററാക്ഷൻ ഡേറ്റ അവർ വളരെ കൃത്യമായി ശേഖരിക്കുന്നുണ്ടെന്ന്. അതെ. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നമ്മൾ കാണുന്ന ഓരോ പ്രസന്റേഷനും ഓരോ കോണ്ടന്റും നമ്മുടെ വികാരങ്ങളെയും അബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളെയും പോലും ഇത്രത്തോളം കൃത്യമായി ട്രാക്ക് ചെയ്യുന്ന ഒരു ലോകത്ത് നമ്മുടെ പ്രൈവസിയുടെ അതിരുകൾ എവിടെയായിരിക്കും അവസാനിക്കുക? അതൊരു വലിയ ചിന്താവിഷയം തന്നെയാണ്. ആ ശേഖരിക്കപ്പെടുന്ന ഡേറ്റയുടെ പൂർണ്ണ നിയന്ത്രണം ആർക്കായിരിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ വലിയ ചോദ്യം നിങ്ങളുടെ ചിന്തകൾക്കായി വിട്ടുകൊണ്ട് ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ ഇന്നത്തെ ഈ ഡീപ് ഡൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. ഒപ്പം നിന്നതിന് വലിയ നന്ദി. വീണ്ടും കാണാം.